അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനപ്രയാസമാണ്. വിവാഹ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരിമാരുടെയോ സഹോദരന്മാരുടെയോ ഭർത്താവിൻ്റെ ഉപ്പമാരുടെയോ അവരിൽ നിന്നും നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അവഗണനയോ നേരിടുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒന്നുകിൽ നമ്മളെ സ്നേഹിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ ഒന്നിലും പരിഗണിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഒരുപാട് സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലായാലും അവഗണന നേരിടുന്ന, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഈ കാര്യം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നുണ്ട്. അത് നമുക്കിടയിൽ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള സന്ദർഭം ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനപ്രയാസത്തിലൂടെയാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് എങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത്. അവർക്ക് ആവശ്യമായിട്ടുള്ളത് അവരുടെ ഭർത്താവിൻ്റെ ആങ്ങളമാരുടെയോ അല്ലെങ്കിൽ സഹോദരിമാരുടെയോ ഉമ്മമാരുടെയോ ഉപ്പമാരുടെയോ അങ്ങനെ ആരുടെയെങ്കിലും സ്നേഹം കരസ്ഥമാക്കണം എന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ സ്നേഹം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയോ സ്നേഹം കൈപ്പറ്റാനും അവർക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹവുമുള്ള ആളായി തീരാനും. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരുപാട് പേര് ചെയ്തു നോക്കിയിട്ട് ഫലം കിട്ടിയ കാര്യം കൂടിയാണിത്. നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളെക്കുറിച്ചും അമലുകളെക്കുറിച്ചുമാണ് നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച അർദ്ധരാത്രിയുടെ സമയത്ത്, നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാളെ തന്നെ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച ദിവസം രാത്രി അർദ്ധരാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം തൗബ എന്ന സൂറത്തിലെ 128, 129 ഈ 2 ആയത്തുകൾ, ഈ ആയത്തുകൾ നിങ്ങൾ 33 പ്രാവശ്യം ചൊല്ലുക. ഈ 2 ആയത്തുകൾ ഓരോ പ്രാവശ്യം ഓതിത്തീരുന്നതിന് ശേഷവും നിങ്ങൾ ആരുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും കൂടെ അവരുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ പേരും ചേർത്തുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതായത് ഓരോ പ്രാവശ്യവും ഈ 2 ആയത്തുകൾ ഓതിയതിന് ശേഷം നിങ്ങൾ ആരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് അവരുടെ പേരും അതിൻ്റെ കൂടെ അവരുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ പേരും കൂടി ചേർത്ത് ദുആ ചെയ്യുക. അങ്ങനെ ആയാൽ ഈ 33 പ്രാവശ്യം ഈ ആയത്തുകൾ ഓതുമ്പോൾ നിങ്ങൾ അത് കഴിയുമ്പോൾ 33 തവണ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ടാവും. ഈ രീതിയിൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ആവശ്യം പറഞ്ഞ് ദുആ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. തൗബ സൂറത്തിലെ ഈ ആയത്തുകൾ നിങ്ങൾ ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അമലിന് അല്ലാഹു തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെയുള്ളവരുടെ സ്നേഹവും പരിഗണനയും എല്ലാ സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ്. അത് അവരിൽ നിന്നും ലഭിക്കാതാവുമ്പോൾ നമുക്കൊരുപാട് വിഷമമുണ്ടാവും. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചില പെൺകുട്ടികൾ പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. മനസ്സിൽ വിങ്ങൽ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ടാവും. എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. അതുപോലെ തന്നെ തുടർന്നും നിങ്ങൾ സ്വലാത്തിനെ മുറുകെ പിടിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.